വെള്ളിയാഴ്ച രാവിന് മഹത്വമേറുന്നത്. ആ രാവിലാണ് മഹാനായ അബൂൽ ബഷർ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചതെങ്കിലേ ആ ആദം നബി അലൈഹിസ്സലാമിൻ്റെയും നേതാവായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് പൂജാതരായത് ഈ വിശുദ്ധമായ തിങ്കളാഴ്ച രാവിലാണ്. അതുകൊണ്ടാണ് ഒരുപാട് മഹാന്മാര് അല്ലാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്തു, റബ്ബേ ഞങ്ങളെ തിങ്കളാഴ്ച രാവിലോ വെള്ളിയാഴ്ച രാവിലോ ഞങ്ങളെ റൂഹിനെ നീ പിടിക്കണേ അല്ലാ. അല്ലാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹമാണ്, ഹുബ്ബാണ്, പ്രിയമാണ്. പ്രപദേ അവിടത്തോടുള്ള അടങ്ങാത്ത മഹബ്ബത്താണ്, ഇഷ്കാണ്. സർവജീവിത വിജയത്തിൻ്റെയും നിധാനമായി നമുക്ക് കാണുന്നത് മഹാനായ ശൈഖുനാ കൻസുൽ ഉലമാ ഉസ്താദ് അവറുകൾ നമുക്ക് കാണിച്ചു തന്നത് ആ ഇഷ്കിന്റെ ലോകമാണ്, ആ മഹബ്ബത്തിന്റെ ലോകമാണ്. ആ ഇഷ്കിലൂടെ ശൈഖുന സഞ്ചരിച്ചപ്പോ വിജയത്തിന്റെ ഉന്നതമായ സോപാനങ്ങളിലേക്ക് ശൈഖുനായ അല്ലാഹു ഉയർത്തിയെങ്കിലേ ഓ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മനുഷ്യന്റെ മനസ്സുകളിൽ ഹൃദയാന്തരങ്ങളിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്കും പ്രിയവും അതേ നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് അവിടുന്ന് നടത്തിയതെങ്കിലേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്ദരമായ ഈരടികൾ അത് എല്ലാ വീടുകളിലും എല്ലാ നാടുകളിലും എല്ലാ മുതഅല്ലിമീങ്ങളിലും എല്ലാ മുഅ്മിനീങ്ങളിലും അത് പ്രോജ്വലിച്ചു നിൽക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. അതിനു വേണ്ടി പണിയെടുത്തു, അതിനു വേണ്ടി അധ്വാനിച്ചു. അതിൻ്റെ ഗുണഗണങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. അവരെല്ലാവരും കാണിച്ചു തന്ന ഏറ്റവും വലിയ വിജയത്തിൻ്റെ വഴി മഹബ്ബത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ റബ്ബേ.